നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അൽഷിഫ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയെ ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തത് പീഡിപ്പിച്ചതായി റിപ്പോർട്ട്. ഗാസ ജോർഡൻ മെഡിക്കൽ സംഘമാണ് ആരോപണമായി രംഗത്തെത്തിയത്. അബു സാൽമിയുടെ കൈയടിച്ചെന്നും കഴുത്തിൽ ചങ്ങല കെട്ടി നായയെ പോലെ വലിച്ചിഴച്ചെന്നും കൈകൾ കെട്ടി പാത്രത്തിൽ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് നൽകിയതെന്നും അമ്മാനിൽ ഗാസ് ഹെൽത്ത് സെക്ടർ സമ്മേളനത്തിൽ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ ബിലാൽ അസാം പറഞ്ഞു. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയെ ഹമാസ് ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് മുഹമ്മദ് അബു സാൽമിയെയും നഴ്സുമാരെയും ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തീവ്രവാദികളുടെ ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്നുള്ള ഇസ്രയേൽ കരസേനയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്ന അൽഷിഫയ്ക്കുള്ളിലെ അവസ്ഥയെക്കുറിച്ച് അബു സാൽമിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പതിവായി റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ആക്രമണം നടത്താൻ ഹമാസ് പോരാളികൾ ഗാസ സിറ്റിയിലെ സൗകര്യത്തിന് താഴെയുള്ള തുരങ്ക സമുച്ചയം ഉപയോഗിച്ചതായി ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയ ഇസ്രയേൽ സൈന്യം ആരോപിക്കുകയും പിന്നാലെ അബു സാൽമിയ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അതിനിടെ ഗാസയിലെ UN സംഘടനയായ ആസ്ഥാനത്തിന് കീഴിൽ ഹമാസിന്റെ ടണൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രയേൽ സൈന്യം രംഗത്തെത്തി. ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വാദവുമായി ഇസ്രയേൽ രംഗത്തെത്തിയത്. ഹമാസ് ഇസ്രയേലിന്റെ ആക്രമണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിഞ്ഞ കേന്ദ്രത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേലിന്റെ ആരോപണമെന്ന് UNRWA പ്രതികരിച്ചു. ഒപ്പം സ്വതന്ത്രമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയെ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സാധാരണക്കാർ പാർക്കുന്ന കെട്ടിടങ്ങൾക്കും കീഴിൽ വിപുലമായ തുരങ്ക ശൃംഖല ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇസ്രയേൽ മുമ്പും ആരോപിച്ചിരുന്നു. ഇത് മുൻനിർത്തിയാണ് ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുള്ള പല ആക്രമണങ്ങളെയും ഇസ്രയേൽ ന്യായീകരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ഹമാസിനെ സഹായിച്ചുവെന്ന ഗുരുതര ആരോപണം UNRWAക്ക് നേരെയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും UNRWAക്കുള്ള ധനസഹായം നിർത്തിവെച്ചിരുന്നു. പുതുതായി കണ്ടെത്തിയെന്ന് പറയുന്ന തുരങ്കത്തിന് 700 മീറ്റർ നീളമുണ്ട്. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി UNRWAയുടെ ആസ്ഥാനത്ത് നിന്നാണ് എടുത്തിരിക്കുന്നതെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു. UN കോമ്പൗണ്ടിലെ രേഖകളും ആയുധശേഖരവും ഓഫീസുകാർ യഥാർത്ഥത്തിൽ ഹമാസ് ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കുന്നതാണെന്ന് ഞായറാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആരോപിക്കുന്നു. അടുത്തിടെ UN ഏജൻസി നടത്തുന്ന സ്കൂളിന് സമീപവും ടണൽ കണ്ടെത്തിയതായി ഇസ്രയേൽ പറഞ്ഞിരുന്നു. പ്രദേശത്ത് ബോംബാക്രമണം രൂക്ഷമായതിനാൽ ഇസ്രയേൽ സേനയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ ജീവനക്കാർ ഗാസ സിറ്റി വിട്ടുപോയിരുന്നുവെന്ന് UNRWA പറഞ്ഞു. ജീവനക്കാർ പോയ ശേഷം അവിടെ നടന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളെ കുറിച്ചും തങ്ങൾക്കറിവില്ല. 2023 സെപ്റ്റംബറിലാണ് കെട്ടിടത്തിൽ അവസാനമായി പരിശോധന നടത്തിയതെന്നും UNRWAയുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നു. UNRWAയുടെ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയിട്ടുള്ളപ്പോഴെല്ലാം അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അവകാശവാദങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണ്. കൂടാതെ ഉണ്ടെന്ന് ആരോപിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇസ്രയേൽ UN ഏജൻസിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ അവർ ചൂണ്ടിക്കാട്ടി. ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രമെന്ന പേരിൽ ഗാസ ഈജിപ്ത് അതിർത്തി മേഖലയായ റഫയിലും കടുത്ത ആക്രമണമാണ് ശനിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.